ശേഖരൻ സാറും നന്ദൻ സാറും എടുത്ത തീരുമാനം നിളക്കൊച്ചിനെ ഇവിടെ നിർത്തുന്നത് ശരിയല്ലെന്നാ. കല്യാണപ്പെണ്ണ് കല്യാണത്തിന് മുമ്പേ ചെറുക്കന്റെ കൂടെ പൊറുതി തുടങ്ങിയെന്ന് ആൾക്കാരെ കൊണ്ട് പറയിക്കണ്ടല്ലോ. അതിനാവും ശേഖരൻ സാറ് വന്ന് നിളമോളെ അങ്ങ് വിളിച്ചോണ്ട് പോയത്. അപ്പൊ പിന്നെ ആതിര മോള് തനിച്ചാവല്ലോ. പോരാത്തതിന് അവിടുത്തെ വീട് വിറ്റ് ഇങ്ങോട്ട് വരികയും ചെയ്തു. അപ്പൊ ഒരു കൂട്ടായിട്ട് എന്നെയും കൂടി ഇങ്ങ് കൂട്ടി. ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ. അവിടെയാണ് എന്റെ മരുമോള് വെച്ച് ഞാൻ ചത്ത കട്ടിലൊഴിഞ്ഞോന്നും പറഞ്ഞു നിൽക്കുക. അപ്പൊ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന പോലെ ഞാൻ ഇങ്ങോട്ടിങ്ങ് പോന്നു. നന്ദൻ സാറ് വന്ന് പറഞ്ഞ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഒന്നില്ലെങ്കിലും ആതിരമോളുടെ കാര്യമല്ലേ. മുത്താരമ്മ ഇവിടെ ഉണ്ടെന്ന് ആരും എന്നോട് പറഞ്ഞില്ല കേട്ടോ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ച് പുകയിലും വെറ്റിലും വാങ്ങിക്കൊണ്ട് വന്നേനെ. ഏയ്, അതിനൊന്നും ഇവിടെ ഒരു മുട്ടുമില്ല. ഒരുപാട് ചവയ്ക്കാൻ സമ്മതിക്കില്ലെന്നേ. അതുകൊണ്ട് ഞാൻ അതങ്ങ് നിർത്തി. ഇനിയിപ്പോ ഇവിടുത്തെ രീതിക്ക് അനുസരിച്ച് വേണ്ടേ നമ്മൾ നിൽക്കാൻ. നന്ദൻ സാറില്ലേ ഇവിടെ? സാറ് രാവിലെ പോയി. അല്ല, അപ്പുമോൻ വരുന്നു പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. ആ, അത് പറ. അല്ലെങ്കിൽ ആതിര മോളത് പറയേണ്ടതായിരുന്നല്ലോ. ആരെ അറിയിക്കാതെ വന്ന് എല്ലാരും ഞെട്ടിക്കാനിരുന്നതാണല്ലേ. ആതിര എവിടെ? അകത്തുണ്ട്. രാവിലത്തെ പാചകമൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ കയറിയിരിക്കുക. ഇറങ്ങിയിട്ടുണ്ടാവും. മോൻ വാ. ആ അതെ, മിണ്ടണ്ട കേട്ടോ. എന്റെ കൂടെ പോര്. ആളെ നമുക്കൊന്ന് കളിപ്പിക്കാം. വാ. അല്ല, ഇന്നെന്താ പതിവിൽ കൂടുതലൊരു ഒരുക്കം? നിന്നെ കാണാൻ ആരെങ്കിലും വരുന്നു പറഞ്ഞിരുന്നോ? എന്നെ കാണാൻ ആര് വരാനാ? ആരും വന്നില്ലെങ്കിലും എന്ന് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയല്ലോ ഒരുങ്ങുന്നേ. ആണോ? അയ്യോടി അമ്മച്ചിയേ, അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്നാൽ ഇന്നത്തെ ഒരുക്കത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. പതിവിലും സുന്ദരിയായിരിക്കുന്നു. ദേ മുത്താരമ്മേ, കളിയാക്കതൊന്ന് പോകുന്നുണ്ടോ? ഞാൻ കളിയാക്കിയതൊന്നല്ല കൊച്ചേ, ഒരു സത്യം പറഞ്ഞതാ. വേണ്ടപ്പെട്ടവരാരെങ്കിലും കാണാൻ വരുമ്പോഴാ സാധാരണ പെങ്കൊച്ചങ്ങൾ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങുന്നത്. എനിക്ക് വേണ്ടപ്പെട്ടവരാരും ഇന്ന് എന്നെ കാണാനൊന്നും വരുന്നില്ല. എന്നാര് പറഞ്ഞു? രാവിലെ കാക്ക വിരുന്ന് വിളിച്ചപ്പോഴേ ഞാൻ ഓർത്തതാ ഇന്ന് ആരെങ്കിലുമൊക്കെ വിരുന്നുണ്ടാവുമെന്ന്. എന്നിട്ട് ആരെങ്കിലും വന്നോ? ഇല്ലല്ലോ. അതൊക്കെ സമയാകുമ്പോ ഇങ്ങ് വരുന്നേ. ഈ മുത്താരമ്മയ്ക്ക് എന്താ രാവിലെ പുകയില എങ്ങനെ തലയ്ക്ക് പിടിച്ചോ? എന്റെ തലയ്ക്ക് പുകയിലൊന്നും പിടിച്ചിട്ടില്ല. പക്ഷെ തലയ്ക്ക് പിടിക്കാൻ പറ്റിയ ആൾക്കാര് ചിലര് വന്നിട്ടുണ്ട്. ദേ മുത്താരമ്മേ, വെറുതെ ആളെ വട്ടാക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. മോനെ, കണ്ടോ കണ്ടോ, പാക്കും പുകയിലേയും ചവയ്ക്കാതെ ഒരാളുടെ തലക്ക് പിടിച്ചതുപോലെ ആയത് കണ്ടോ? അപ്പൊ ഇതെപ്പെത്തി? ദാ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. മുത്താരമ്മയാ ഇങ്ങനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തേ. അതെ, രണ്ടുപേരിങ്ങനെ നോക്കി നിൽക്കാതെ മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചാട്ടെ. ഞാനേ അപ്പോഴേക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ. പാൽക്കാപ്പി തന്നെ ആയിക്കോട്ടെ, അല്ലേ അപ്പോ മോനെ? എന്താപ്പോ, എന്താ പതിവില്ലാതെ വന്നേ? ഒന്നുമില്ല, ആതിരയും നന്ദൻ സാറിനെ ഒന്ന് കാണണമെന്ന് തോന്നി. നന്ദേട്ടനെ വിളിച്ച് പറഞ്ഞിരുന്നോ? ഇല്ല, നന്ദൻ സാറിനെ എപ്പോ വേണേലും കാണാമല്ലോ. ആതിരെ കാണാനാ ഞാൻ വന്നത്. ഇത്രയും നാള് ഞാനൊന്ന് വിളിക്കുകയോ തന്റെ കാര്യം അന്വേഷിക്കുകയോ ചെയ്തില്ല. എന്നിട്ടും ആതിര അതേക്കുറിച്ച് ആരോടും ഒരു പരാതിയും പറഞ്ഞില്ലെന്നാ ഞാൻ അറിഞ്ഞത്. എന്താ അങ്ങനെ? ഇനി അപ്പുമായിട്ട് എന്റെ മുന്നിൽ വരാതെ ഞാനത് ആവശ്യപ്പെടരുതെന്ന് അപ്പു തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ടാ. പക്ഷെ അപ്പുവിനെ കുറിച്ച് ഞാൻ നന്ദേട്ടനോട് എന്നും അന്വേഷിക്കാറുണ്ട്. വീട്ടിലോട്ട് തിരിച്ചു പോയതും VP സാർ അപ്പുവിനെ സ്വീകരിച്ചതൊക്കെ നന്ദേട്ടൻ പറഞ്ഞിട്ട് എനിക്കറിയാം. എന്നിട്ടും എന്നെന്താ വിളിക്കാതിരുന്നെ? തിരിച്ച് അപ്പുവിനെ എന്നെ വിളിക്കാൻ തോന്നിയില്ലല്ലോ. ഞാൻ കരുതി അപ്പു എന്നെ വിളിക്കുകയോ വരികയോ ചെയ്യാതെ ഞാനായിട്ട് അതിന് ശ്രമിക്കുന്നത് തെറ്റാണെന്ന്.
എന്റെ സ്നേഹം സത്യസന്ധമാണെങ്കില് എന്തെങ്കിലും അപ്പു എന്നെ തെരഞ്ഞു വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ നന്ദേട്ടന്റെ വിവാഹം ഉറപ്പിച്ചപ്പോ പോലും ആദ്യം അത് അപ്പുവിനോട് പറയണമെന്ന് ഞാൻ വാശി പിടിച്ചത്. അപ്പോഴാ നന്ദേട്ടൻ ഇങ്ങനൊരു ഡിമാൻഡ് വെച്ചത്. അത് അപ്പുവിന് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടോ? എനിക്കോ? ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ കാണാൻ ഇപ്പൊ വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ആതിര, എന്നോട് കാണിച്ച ഈ സ്നേഹത്തിനും കാത്തിരിപ്പിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അത് തന്നോട് നേരിട്ട് പറയണം തോന്നി, അതാ വന്നേ. നന്ദി പറയേണ്ട ഞാനും അപ്പു. എന്റെ കാത്തിരിപ്പ് വെറുതെ ആയില്ലല്ലോ. അപ്പൊ ഇവിടെ ഇല്ലേ ഗീത? ഇല്ല, ആരെ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയി. എന്താ വി പി? ഏയ്, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. വി പി ഇതെവിടെ പോയതാ? ഞാൻ മുരളിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതി. ആഹാ, എങ്കിൽ പിന്നെ എന്നോടൊന്ന് പറയായിരുന്നില്ലേ? എനിക്കും അശ്വതി ഇന്ദിരാമയൊന്ന് കാണായിരുന്നല്ലോ. ഞാൻ വർക്ക് സൈറ്റിൽ വെച്ചാ മുരളി കണ്ടത്. അശ്വതി ഇന്ദിരാമയൊക്കെ നേരിട്ട് പോയി ക്ഷണിക്കുന്നത് എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പോരെ. അത് മാത്രമല്ല, അശ്വതിയും മാളും സ്ഥലത്തില്ല താനും. അശ്വതിയുടെ ഒരു ഫ്രണ്ടിന്റെ മകളുടെ വിവാഹം ബാംഗ്ലൂരിൽ വെച്ച്. ആ ശരിയാ, മാള് പോകുന്നവരെ എന്നോട് പറഞ്ഞിരുന്നു. ഞാനത് വിട്ടുപോയി. എപ്പോഴാ അവർ മടങ്ങി വരിക? അവിടെ വേറെ ആരൊക്കെയോ കാണണമെന്ന് പറഞ്ഞിരുന്നു. ആ, മുരളിയുടെ റിലേറ്റീവ് സുഖമില്ലാതെ കിടക്കുകയാണ്. കൂട്ടത്തിൽ അവിടെയും കയറി 2 ദിവസം നിന്നിട്ടേ മടങ്ങുന്നാ മുരളി പറഞ്ഞത്. അയ്യോ, അപ്പൊ ചടങ്ങിന് അശ്വതിയും മാളും ഉണ്ടാവില്ലേ? മാളും ഇല്ലാതെ അപ്പൊ സമ്മതിക്കോ? അതിനിപ്പോ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഒക്കെ റെഡി ആകുമ്പോഴേക്കും അവർക്ക് എത്തുമായിരിക്കും. താനിരിക്കെ, എനിക്ക് തന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ വി പി? നമ്മൾ പറയുന്നത് പോലെ അപ്പുവിൻ്റെ ഫാമിലി ലൈഫിൽ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലടോ. ഞാനെല്ലാം വിശദമായി അന്വേഷിച്ചു. അതിന് നമ്മളല്ലല്ലോ ഭയന്നത്. വി പിക്ക് മാത്രമായിരുന്നു അങ്ങനെ ഒരു ഭയം. ശരി, സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും മറ്റാരെയും പോലെ, ഒരു സാധാരണ സ്ത്രീയെയും പുരുഷനെയും പോലെ ഈ കമ്മ്യൂണിറ്റിയിലും സ്വസ്ഥമായ ഫാമിലി ലൈഫ് നയിക്കുന്നവരുണ്ട് ഗീത. പിന്നെ ആകെ ഒരു പ്രശ്നം കുട്ടികളുടെ കാര്യമാണ്. അതൊരു പ്രശ്നമാണോ വി പി? കുട്ടികളില്ലാതെ ജീവിക്കുന്നവരും നമ്മുടെ സൊസൈറ്റിയിലില്ലേ? അതുണ്ട്. എന്നാലും അടുത്തൊരു ജനറേഷൻ ആണല്ലോ എല്ലാവരുടെയും സ്വപ്നം. അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷെ അതൊരു മസ്റ്റൊന്നും അല്ല വി പി. കാലം മാറുകയാ വി പി. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പോലെയല്ല ഇപ്പോഴത്തെ ജനറേഷൻ്റെത്. വി പിയെ പോലെ ഒരാൾക്ക് ഞാനൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലെന്നറിയാം. എന്നാലും അപ്പു പറഞ്ഞതുപോലെ അടുത്ത ജനറേഷനെ പറ്റി ചിന്തിക്കുന്നതിന് വേണ്ടിയല്ല, ഒരു കമ്പാനിയൻഷിപ്പായിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കാണുന്നത്. അതിനവര് ജെൻഡറിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണമെന്നില്ല. മനസ്സിനാണെങ്കിൽ ഒരു പങ്കാളി അവർക്ക് ആവശ്യം. അപ്പു പറഞ്ഞതുപോലെ അത് സ്ത്രീയോ പുരുഷനോ ട്രാൻസ്പേഴ്സണോ ആരും ആവാം. താൻ പറഞ്ഞത് ശരിയാണ്. സൊസൈറ്റിയുടെ ഒരു പൊതു കാഴ്ചപ്പാട് തന്നെ മാറി വരുന്ന കാലമാണ്. അത് മാത്രമല്ല ഗീത, നമ്മുടെ ജനറേഷൻ ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടുവന്നത് പോലെയല്ല പുതിയ ജനറേഷന് അവരോടുള്ള കാഴ്ചപ്പാട്. തങ്ങളിൽ ഒരാളായി അവരെ കാണാനുള്ളൊരു മനസ്സ് യങ്സ്റ്റേഴ്സിന് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നാലോചിച്ചാൽ മാറേണ്ടതും മാറ്റേണ്ടതൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. എനിക്കതല്ല മനസ്സിലാവാത്തത്. ഇവിടുന്ന് പോയ ആളെയല്ലല്ലോ. ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പി പി ആരോ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാൻ പോയത് മുരളിയെ മാത്രമല്ലല്ലേ? തനിക്ക് തെറ്റി. ഞാൻ മുരളിയെ കാണാൻ പോയത് തന്നെയാ. പക്ഷേ ചില അത്ഭുതങ്ങൾ എവിടെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമല്ലോ. ആ, മുരളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഈ കാര്യത്തിൽ മുരളിയുടെ പോലും കാഴ്ചപ്പാട് വളരെയധികം മാറിയിരിക്കുന്നു.
സത്യം പറഞ്ഞാൽ എനിക്കത് വല്ലാത്തൊരു അത്ഭുതം തന്നെയായിരുന്നു. എന്തായാലും BP മാറ്റമാ എനിക്ക് ഏറെ ആശ്വാസമായിട്ട് തോന്നിയത്. അതിന് പ്രേരിപ്പിച്ചത് ആരായിരുന്നാലും എനിക്ക് എന്നെങ്കിലും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണം. ആ ഗീത, നമുക്ക് അപ്പോയിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ ഇനി ഒട്ടും ഡിലേ വേണ്ട. അതിനെന്ത് ഡിലേ? ഹോർമോൺ ട്രീറ്റ്മെന്റ് ഓൾറെഡി തുടങ്ങാൻ പോവല്ലേ? അതെ അതെ, എല്ലാം നമുക്കൊന്ന് സ്പീഡപ്പ് ആക്കണം. അപ്പോനൊരു പുരുഷനായി നിർത്തി വേണം ആതിരയുടെ കഴുത്തിൽ താലി ചാർത്തിക്കാൻ. ഇപ്പോ അത് എൻ്റെ കൂടി ഒരു ആവശ്യമാണ്. ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. നന്ദൻ സാറിനെ കൂടി കാണാന്ന് കരുതിയാ വന്നത്. ഏട്ടനെ വിളിച്ചു നോക്കായിരുന്നില്ല അപ്പുന്? ഇല്ല, ഇവിടെ കാണുമെന്ന് പ്രതീക്ഷിച്ചു. സാറില്ല, സാറിനെ ഞാൻ വിളിച്ചോളാം. അതെ, കാര്യം പറഞ്ഞു നിന്നാ മതിയോ? ഊണ് റെഡി ആയിട്ടുണ്ട്. രണ്ടുപേരും കൈ കഴുകിയിട്ട് വന്നേ. അയ്യോ മുത്താരമ്മേ, ഉണ്ണാനൊന്നും ഞാനില്ല, ഞാൻ ഇറങ്ങുക. അതെന്ത് പറച്ചില അപ്പുകുട്ടാ? എത്ര നാള് കൂടിയാ മോൻ ഇവിടെ വന്നത്, എന്നിട്ടൊന്നും കഴിക്കാതെ പോവണോ? ആവശ്യത്തിനുള്ള സൽക്കാരമൊക്കെ ആയല്ലോ. ഏയ്, അത് പറ്റില്ല പറ്റില്ല. ആതിരെ, നീ എന്തെങ്കിലും മിഴിച്ചു നിൽക്കുന്നേ? അപ്പൂനും കുട്ടി വേഗം വന്നേ, ഞാൻ ഊണെടുത്ത് വെച്ചേക്കുവാ. മുത്താരമ്മ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി അപ്പുന് ഇവിടുന്ന് ഊണ് കഴിച്ചിട്ട് പോകാൻ പറ്റൂ. വാ അപ്പു, കുറെ നാളായില്ലേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തേലും കഴിച്ചിട്ട്. ഇപ്പൊ മുത്താരമ്മയാ അടുക്കളയിലെ ഇൻചാർജ്. എന്നെ കൊണ്ട് ഒരു വക ചെയ്യിക്കില്ല. നിലയിച്ചില്ലാത്ത സ്ഥിതിക്ക് ആദരിക്ക് ഇങ്ങനെ ഒരു കൂട്ടുള്ളത് നന്നായി അല്ലേ? ആ, ഞാനൊന്ന് വിളിക്കാൻ കാത്തുനിന്ന പോലെയാ മുത്താരമ്മ കൂടെ പോരാൻ നിന്നത്. വാ. അല്ല, ആതിര മോൾ ഇരിക്കുന്നില്ലേ? വേണ്ട, അപ്പ് കഴിക്കട്ടെ, എന്നിട്ടിരുന്നോളാം. ഏയ്, അത് പറ്റില്ല. ആദരം കൂടി ഇരിക്കെ. ഇരിക്കും മോളെ. ആ, ഇരുന്നേ. രണ്ടുപേരും നന്നായിട്ട് കഴിച്ച്. മുത്താരമ്മ കണ്ണ് നിറയൊന്ന് കാണട്ടെ. അതെ, അപ്പൂന് കറിയൊക്കെ ഇഷ്ടായോ? മുത്താരമ്മയുടെ മുളകുശവും മോരുകറിയൊക്കെ ഞാൻ മുമ്പും കഴിച്ചിട്ടുള്ളതാണല്ലോ. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഒന്നും ഞാൻ മറന്നിട്ടില്ല, മറക്കാൻ കഴിയേയില്ല. നിളേച്ചി ഇപ്പോഴെങ്ങാനും വരുമോ? ഞാനും നന്ദേട്ടനും ആവുന്നത് പറഞ്ഞത് എവിടെ നിൽക്കാൻ. അപ്പൊ ശേഖരമാമൻ ഒരു വിഷമം പോലെ. കല്യാണം ഉറപ്പിച്ചതുണ്ടേ. അവിടെ ഇപ്പൊ മറ്റു ശല്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, അയാൾ ഇനി ആ കോമ്പൗണ്ടിൽ കയറിയ നാട്ടുകാർ കൈവയ്ക്കും. ഡിവോഴ്സിന് പുറമെ അങ്ങനെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. അയാള് വേറെ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടെന്നാ കേട്ടത്. എങ്ങനെയെങ്കിലും ആ ശല്യമൊന്നും ഒഴിവായല്ലോ. എന്നത്തേക്കാ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്നത്? അടുത്ത മാസം ലാസ്റ്റോട് കൂടിയേ ഉള്ളൂ. ചടങ്ങായിട്ടൊന്നുമില്ല അപ്പു. അമ്പലത്തിൽ വെച്ചൊരു താലികെട്ട്. അങ്ങനെ ഒരു തീരുമാനം ചതിയായിപ്പോയി അപ്പു. 2 കല്യാണം കൂടി ഒരുമിച്ചങ്ങ് നടത്താവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതും നല്ല ആഘോഷായിട്ട്. ഞാൻ പറഞ്ഞു മടുത്തു. ഞങ്ങളുടെ കല്യാണം ഉടനൊന്നും ഉണ്ടാവില്ല മുത്താരമ്മ. അതിനി 1-2 വർഷം കൂടി പിടിക്കും. സാറ് പറഞ്ഞു. അപ്പോഴേക്കും അപ്പുവിന്റെ പഠിത്തവും ചികിത്സയും ഒക്കെ കഴിയല്ലോ. അതേതായാലും നന്നായി. മക്കള് കഴിക്കേ. മുത്താരമ്മയുടെ കൈപുണ്യത്തിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നാ ഇതുപോലെ എല്ലാം വെച്ചുണ്ടാക്കി തരാം. അല്ലേ മോളെ? അല്ല, നിശ്ചയം കഴിഞ്ഞാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാലോ.
നിളച്ചേച്ചിയോട് എന്റെ അന്വേഷണം പറയണം. നിശ്ചയത്തിനുണ്ടാവില്ലേ നിളച്ചേച്ചി ശേഖരനെങ്കിലൊക്കെ? ആ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അല്ല അപ്പു, തീയതി വല്ലതും തീരുമാനിച്ചോ? ഇല്ല, നന്ദൻ സാറുമായിട്ട് ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. വെച്ച് താമസിപ്പിക്കാതെ അത് എത്രയും പെട്ടെന്ന് അങ്ങ് നടത്താൻ പറ. അപ്പൊ പിന്നെ ഞാൻ നിൽക്കുന്നില്ല, ഇറങ്ങട്ടെ. മക്കള് പോയിട്ട് വാ. ഇപ്പോ ആതിരയുടെ വിഷമമൊക്കെ മാറിയല്ലോ അല്ലേ? ഇനി എനിക്ക് ഇടയ്ക്ക് വിളിക്കാലോ അല്ലേ? തീർച്ചയായും. ഇനിയിപ്പോ വിളിക്കാതിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എന്നാ ഇറങ്ങട്ടെ. ആ സൂർജേട്ടാ, എവിടാണ്? ഒരറിവില്ലല്ലോ. അതെ, അതിനെ ഞാൻ ചോദിക്കുന്നത്. എടോ, എല്ലാരും പറയുന്ന പോലെ നുണയല്ല. എന്റെ കയ്യിൽ നിന്ന് തന്റെ നമ്പർ പോയി. അതാ ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാതിരുന്നത്. ആദ്യം ഒരു കാര്യം ചെയ്യും, എന്റെ നമ്പർ തന്റെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് മിസ് കോൾ അടിച്ചിട്ടേ. അതൊക്കെ ചെയ്യാം. ഇപ്പൊ എന്താ ഫുഡ് ഡെലിവറി ഒന്നുമില്ലേ? ഞങ്ങൾക്ക് ജനിച്ച കുഞ്ഞിന്റെ ഭാഗ്യം കൊണ്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ചുകൂടി ബെറ്ററായ ഒരു ജോലി കിട്ടി. ആഹാ. ഞാനിപ്പോൾ ഒരു ബാങ്കിന്റെ ഇൻഷുറൻസ് ഏജന്റാ. അത്യാവശ്യം തട്ടിമുട്ടി പോകാനുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോ പ്രൊമോഷൻ ഉണ്ടല്ലേ? അതെ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാം എൻ്റെ മോളുടെ ഭാഗ്യം. വൈഫ് എന്ത് പറയുന്നു? അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. മിസ്സസിന്റെ വീട്ടുകാരുമായിട്ട്? ഏയ്, ഇടയ്ക്ക് അവളുടെ അമ്മ വന്ന് കുഞ്ഞിനെ കണ്ടിട്ട് പോയി. കുഞ്ഞിന് 1 പവന്റെ മാല ഇട്ടിട്ട് പോലും അതെൻ്റെ ശ്രീമതി വേണ്ടാന്ന് പറഞ്ഞു. ഇനി അവരയഞ്ഞാലും എൻ്റെ ശ്രീമതി ഇടഞ്ഞു നിൽക്കുന്ന തോന്നുന്നേ. അത്രയും ആത്മാഭിമാനമുള്ളൊരു ഭാര്യ ഉണ്ടായതിൽ സന്തോഷിക്കല്ലേ ചേട്ടാ വേണ്ടത്. സംഭവം ഞാൻ സങ്കടത്തിൽ പറഞ്ഞതാണെങ്കിലും അതെനിക്ക് ഇഷ്ടമാണോ. അതുകൊണ്ടെന്താ, നമുക്ക് ഫുൾ പവറിൽ വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടുന്നുണ്ട്. പിന്നെ പറ, എന്തൊക്കെയുണ്ട് തൻ്റെ വിശേഷം? എന്ത് വിശേഷം? കാലം എനിക്ക് ഇത്തിരി അനുകൂലമാണെന്ന് തോന്നുന്നു. വീട്ടുകാരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. അവരായിട്ട് തന്നെ എന്റെ തുടർന്നുള്ള ചികിത്സയ്ക്കുള്ള സപ്പോർട്ടും തരുന്നുണ്ട്. ആഹാ, അടിപൊളി. തനിക്ക് അങ്ങനെ ഒരു നല്ല കാലം ഉണ്ടാവുമെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നോ. കാരണം താൻ നന്മയുള്ള ഒരാളാ. സൂര്യചേട്ടാ, ആകസ്മികമായി കണ്ടതാണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് സൂചിപ്പിക്കണ്ട. ഞാൻ സൂചിപ്പിച്ചെന്നല്ല ചങ്ങാതി, എനിക്കറിയാവുന്നുള്ളൊരു കാര്യം ഒന്ന് ഉറക്കെ പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെയുണ്ട് ഒരു ചെറിയ വിശേഷം. അതെന്താ? എനിക്ക് ഒരു ലൈഫ് പാർട്ണർ ആവാൻ പോകുന്നു. ആഹാ, അടിപൊളി. അപ്പൊ അതിന്റെ ട്രീറ്റ് ഉണ്ട്. എന്നാ കല്യാണം? കല്യാണവും ട്രീറ്റ്മെന്റും ഒക്കെ എന്റെ പഠിത്തം കഴിഞ്ഞുണ്ടാവും. എങ്കിലും എൻഗേജ്മെന്റ് ഉടനെ ഉണ്ടാവും. പക്ഷെ അതിന് ഞാൻ വിളിക്കില്ല. അത് ഫാമിലിയിലുള്ളവർ മാത്രം മതി എന്ന തീരുമാനം. വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതറിഞ്ഞപ്പോ തന്നെ ഒരു സദ്യ ഉണ്ട് ഫീലാണോ. പക്ഷെ കല്യാണത്തിന് ഉറപ്പായിട്ടും വിളിക്കണം. ആ, അത് ഗ്യാരണ്ടി. പൈസ ഒളിപ്പിച്ചു വെച്ചിട്ട് കള്ളം പറയാനാടി. പൈസ പൈസ എടുക്കാൻ പൈസ എന്റെ ഇല്ല. മര്യാദയ്ക്ക് പൈസ എടുക്കാൻ, ഇല്ലെങ്കിൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. പൈസ ചേട്ടാ, എന്താ പ്രശ്നം? അത് വയ്ക്കാൻ നിങ്ങളാര്? ഞങ്ങൾ ആരെങ്കിലും ആയിക്കോട്ടെ, ചേട്ടൻ എന്തിനാ ഈ കുട്ടി ഉപദ്രവിക്കുന്നത്? എന്റെ മോളെ ഞാൻ ചിലപ്പോ തല്ലും, ചിലപ്പോ കൊല്ലും. ഇങ്ങോട്ട് വാടി. 10-200 സാധനം കൊണ്ട് വിറ്റിട്ട് ഒന്നുമില്ലെന്നാ. സൂര്യചേട്ടാ, ആ കുട്ടി എനിക്ക് പരിചയമുള്ളതാ. അയാൾ അവളെ കൂടുതൽ ഉപദ്രവിക്കും മുമ്പ് അവളെ സേവ് ചെയ്യണം. എന്നാ തമ്പാ, ആ സാധനം കൊണ്ട് വിറ്റിട്ട് കയ്യിൽ പൈസ ഇല്ലെന്നാ. ഇങ്ങോട്ട് വാടി. മര്യാദയ്ക്ക് സത്യം പറ, എവിടെ പൈസ? ഇല്ലെങ്കിൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ആകെ കിട്ടിയ 100 രൂപയാ. അതമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ കൊടുത്തു. കള്ളം പറഞ്ഞ് ഈ സുധാരണ നീ പറ്റിക്കാൻ നോക്കണടി. ചവിട്ടി കൂട്ടിക്കളെ തള്ള കൂടെ. നീ വീട്ടിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. എന്തിനാണ് നിന്നെ ഉപദ്രവിച്ചേ? എല്ലാ ദിവസവും കടല വിറ്റ് കിട്ടുന്ന കാശ് അയാൾക്ക് കൊടുക്കണം. ഇന്നത് കൊടുക്കാൻ പറ്റിയില്ല.